ബോംബെ സത്യചന്ദ്രൻ. ജീവിക്കാൻ എന്തെല്ലാം വേഷങ്ങളാ. വലിയ ബംഗ്ലാവാണോ ചാർലി? പിന്നെ പടുകൂറ്റം ബംഗ്ലാവ്. ഇനി സർക്കസിനൊന്നും പോണ്ട നമുക്കല്ലേ? ചാർലിക്ക് സുഖം പാട്ടും പാടിച്ച് അങ്ങനെ നടക്കാം. ഞങ്ങളെയും കൊണ്ടോ ഒരു സവടേക്ക്. ഓ എന്താ എനിക്ക് പേടിയാവുന്നു ചാർലി. എന്തിനാ? ഒക്കെ നല്ലതിനല്ലേ. നീ തന്നെയല്ലേ പറയാറ് ഇങ്ങനെ സർക്കസും തടിയുടെയായിട്ട് നടന്ന എത്ര കാലം കൊണ്ടാ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാന്ന്. ഇതിപ്പോ ഒക്കെ ആർക്കെ സാർ നോക്കിക്കോളൂ. നിന്റെ ഓപ്പറേഷന്റെ കാര്യം അടക്കം. കണ്ണ് കാണാത്തോളുടെ ഊന്നുവടി നഷ്ടപ്പെടുന്ന പോലെ, എവിടെയൊക്കെയോ തടഞ്ഞു വീഴാൻ പോകുന്ന പോലെ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇവരൊക്കെ ഇല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ മൊയ്തീനോട് ഒരു വാക്ക് പറഞ്ഞാ മതി. ചാർലി ഓടി ഇങ്ങെത്തില്ലേ. ചിരിക്കേ, ചിരിച്ചോണ്ട് യാത്രയാക്കന്നെ. ചിരിക്കുന്നുണ്ട് ചാർലി, പക്ഷേ കണ്ണുകൾ കേൾക്കുന്നില്ല. സാരില്ല, പോയിക്കോളൂ, സമാധാനായിട്ട് പോയിക്കോളൂ. മോളെ വരട്ടെ. എന്റെ ചാർലിയെ കാത്തോളണമേ, അവൻ എനിക്കെല്ലാം. പുറകെ വിളിച്ചു ഇതെന്താ ഈ കോലത്തില്? പാന്റും ടൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോ? ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകിത് വിളിച്ച? എങ്ങോട്ട് പോവുക? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചനെ? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. മുംബൈ. സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? അല്ല, സത്യേന്ദ്രനെ കണ്ട ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും. അവന്റെ അമ്മ ഭാനുമതി അറിയും. അവന്റെ അച്ഛൻ മഹേന്ദ്ര സിൻഹ അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയോടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലെല്ലായിരുന്നു ഡിന്നർ. പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? 3 വർഷത്തിന് മുമ്പായിരിക്കും. ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ 2 3 വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. നോട്ട് നെസസറി മാൻ. ചതിച്ചു. ഒക്കെ കൊളായി എന്നാ തോന്നണേ. ഓപ്പ ആളെ പിക്കപ്പ് ചെയ്യാൻ വരണേ. ഓപ്പയ്ക്ക് സത്യേന്ദ്രനെ അറിയാന്നാ പറയണേ. ശരിയായിരിക്കോ? എടോ, ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ എന്നൊരാളില്ല. ദൈവനവൻ. ഈ സത്യചന്ദ്രൻ എന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. ചിലപ്പോ ബോംബെയിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിലോ? ഉണ്ടാകാൻ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അറിയില്ലല്ലോ ഇന്ന് ഇവിടെ എത്തണമെന്ന്. സുഭദ്രയ്ക്ക് ഫോൺ ചെയ്ത് ഞാനല്ലേ ബോംബെയിലെ സന്ദീപിനെ വിളിച്ചു പറഞ്ഞിട്ട്. കുഴപ്പമെല്ലാം ഉണ്ടാവുന്ന കേസാണെങ്കിൽ ഞാനില്ല, അതാദ്യം പറഞ്ഞേക്കാം. അത് ശരി. ഇപ്പഴേ നിന്ന് ധൈര്യം പോയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴേ സോൾവ് ചെയ്തേക്കാം. ആ കോട്ടന്നൂര്യം അത് തിരിച്ചാ. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല.
ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്താണല്ലോ. കൊറേ ഉണ്ടാവും അല്ലേ? എപ്പോ വരും? പെട്ടികൾ. പെട്ടി അത് പറയോ? പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടി പറഞ്ഞോളൂ. ഇനി സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം, ലാൻഡ് ടിവിയിൽ കമ്മൽ തമാശ കാരണം കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ചേട്ടന്റെ ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടുപാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഉവ്വോ. ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിന് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് താനെന്താ എന്റെ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ്. ഏൽപ്പിച്ചേ പറയരുത്. ഞാൻ സദാം ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് പറയണ്ട. തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ കാശല്ലേ താജേട്ടാ? കാശെടുക്കാണോ? തനിക്ക് ആട്ടോ? ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. ഒത്തിനോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാൽ സുഭദ്രയോട് എന്താ പറയാ? ഇതെന്താ കുട്ടികൾ ആദ്യമായിട്ട് കാഴ്ച ബംഗ്ലാവ് കാണുന്ന മാതിരി? അകത്തേക്ക് പോ. നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. എന്താ? സുഭദ്രാമ ഇന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഇന്ന് പൂജ ദിവസ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമുള്ള വിശേഷാൽ പൂജ. അതിന്റെ ഒരുക്കത്തിലാ ഇവിടെ എല്ലാരും, ഞാനും. അതെ, നോക്കൂ, ഒരു കാര്യം ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞത്. മുകളിലത്തെ മൂന്നാമത്തെ മുറി അതാ തനിക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ? പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, ഇനി പറയാൻ പോകുന്നത് മുഴുവൻ നുണയാണ്. എനിക്ക് വേണ്ടിയല്ല, ഉമ്മയ്ക്ക് വേണ്ടി. എട്ടും പൊട്ടും തിരിയാത്ത ആ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം. മഴയത്ത് എന്നാണ് പിള്ളേരെ കളി? കേറിപ്പോ. പനിയും ജലദോഷം പിടിക്കും. ഇനി അതിന്റെ കുറ്റം എന്റെ തലയ്ക്കാവും. കുറച്ചു കഴിയുമ്പോ മഴ ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയും. ഇത്ര ഓപ്പയ്ക്ക് പറയാനുള്ളൂ.
എവിടെ മുറിക്കകത്ത്. മുറിക്കുള്ളൂ നീ പൊക്കോളൂ ഓപ്പ ഏറ്റു എടാ കള്ള ഇങ്ങോട്ട് ഇറങ്ങി വരിക ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഓപ്പയാണ് വിളിക്കുന്നത് വരാൻ ഓ വരുന്നുണ്ട് മുറിക്കുള്ളി കള്ളൻ അടിയോട് പോയി നോക്കുക ഓപ്പ നോക്ക അടിയോട് പോയി നോക്കുക ഓപ്പ നോക്ക അടിയോട് പോയി നോക്കുക ഓപ്പ നോക്ക ദേ കള്ളം ഇത് കള്ളനല്ല സത്യനാ മരിച്ചുപോയ ശരത്ചന്ദ്ര സിൻഹയുടെ ചെറുമകൻ ഭാനുമതി സിൻഹയുടെ മകൻ മുംബൈയിൽ സത്യന്റെ അവിടെ കച്ചേരി നടത്ത ഓപ്പ പോയില്ലേ ഡിന്നർ കഴിച്ചില്ലേ കോക്ടെയിൽ അടിച്ചില്ലേ അല്പം മുമ്പ് കാറിനകത്തിരുന്ന് മാപ്പിളപ്പാട്ടം കേട്ടില്ലേ അതാര് പറഞ്ഞു ആ ഡ്രൈവർ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു സ്റ്റേഷനിൽ ഒരു വായി നോക്കിയും കാണാത്തോണ്ട് സത്യേന്ദ്രൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു ഞാൻ ആ കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നത് അടിയോടി ഞാനാണ് സത്യേന്ദ്രന്റെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്നതെന്ന് സുഭദ്രയോട് പറയണം അനിയനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് തെറ്റിദ്ധരിക്കരുത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു ആള് മാറിപ്പോയി ഇവിടെ വെച്ചു ആള് മാറിപ്പോയി ക്ഷമിക്കണം ഇത്രേ ഓപ്പയ്ക്ക് പറയാനുള്ളൂ ആരെയാള് ഏയ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പോലെ മറവി സംശയം ഭയം ദഹനക്കേട് എന്നതിന്റെ പ്രതീക ഓപ്പ സുഭദ്ര മാഡത്തിന്റെ ചേട്ടൻ ഒരു 10 പൈസയുടെ കുറവുണ്ട് ഓ മബു ഏ മന്ദബുദ്ധി ഇത് കുബു കുരങ്ങന്റെ ബുദ്ധി അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന രണ്ടാമത്തെ കുരങ്ങൻ അപ്പൊ ആദ്യത്തെ കുരങ്ങൻ ആരാ അപ്പൊ സമ്മതിച്ചു